സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. നാളെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ നൽകാൻ. അരുൺ, കാലവർഷം ഇന്നലെ രാവിലെയോടുകൂടി കേരളത്തിലെത്തി എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്നിപ്പോൾ സംസ്ഥാനത്ത് 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഇതിന് പുറമെ 6 ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകൾ അടക്കമാണ് നിലവിൽ യെല്ലോ അലർട്ട് തുടരുന്നത്. ഇതിൽ തിരുവനന്തപുരം, കരമനയാർ, അതുപോലെ തന്നെ മണിമലയാർ, ഈ 2 നദികളും ഇപ്പോൾ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ 2ഇടങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നദികളിൽ യാതൊരുവിധ കാരണവശാലും ഇറങ്ങാനോ നദികൾ മുറിച്ചു കടക്കാനോ പാടില്ല എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുകയാണ്. മറ്റൊന്ന്, വരുന്ന ദിവസങ്ങൾ നാളെ ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് ഉള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ വരാനിരിക്കുന്നു. വരുന്ന 9-ാം തീയതി വരെ ഈ മഴ തുടരും. നിലവിൽ ഈ ബംഗാൾ ഉൾക്കടലും അതുപോലെ തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളിലും ആൻഡമാൻ അടക്കമുള്ള ദ്വീപ് പ്രദേശങ്ങളിലൊക്കെ ന്യൂനമർദ്ദ പാത്തിയും അതുപോലെ തന്നെ ചക്രവാത ചുഴിയും രൂപപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്നവർ വളരെ കർശനമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്നും സംസ്ഥാനത്ത് ഇപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വരുന്ന 5-ാം തീയതി വരെ സംസ്ഥാനത്തിന് അതുപോലെ തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മുൻകരുതലുകൾ പ്രധാനമായിട്ടും 40 മുതൽ മണിക്കൂർ 50 കിലോമീറ്റർ വേഗതയിലാണ് ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യത. വരുന്ന ദിവസങ്ങളിലൊക്കെയും ഇത് ബാധകമാകും. പ്രത്യേകിച്ചും അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്നവർ, മറ്റ് നല്ല ഒരു പാർപ്പിടമുള്ള അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം ഇതിനോടകം തുറക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം ഷീറ്റ്, ഓടിട്ട മേൽക്കൂരുകളിലൊക്കെയും അങ്ങനെയുള്ള ഒട്ടും ഉറപ്പില്ലാത്ത വീടുകൾ കഴിയുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തണം. കഴിഞ്ഞ ദിവസമൊക്കെ കാട്ടാക്കട അടക്കം തിരുവനന്തപുരത്തൊക്കെ പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴയിൽ ഭാഗികമായിട്ട് വീടുകൾ തകർന്ന പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്, പ്രായമായവരുണ്ട്, ഗർഭിണികളായവരുണ്ട്, കുട്ടികളുണ്ട്. അവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ജാഗ്രത പുലർത്തണം. ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് സാധ്യതയുള്ളത്. നിലവിൽ ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. മലയോര ഗ്രാമങ്ങൾ അതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കർശനമായിട്ട് ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും കാലവർഷം കേരളം തൊട്ട സ്ഥിതിക്ക് ഇനി വരാനിരിക്കുന്നത് വലിയ മഴയ്ക്കുള്ള സാധ്യത എന്നാണ് നിലവിൽ റോഷ്നി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.